സംഘടിത സക്കാത്ത് എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബ്നിസ് സബീൽ ഫരീളത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹക്കീം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതിൽ പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ എന്ത് വലിൽ ഫുഖറാഇ വൽ മസാക്കീൻ കഴിഞ്ഞ് മൂന്നാമത്തെ വൽ ആമിലീന അലൈഹ എന്നാണ്. വൽ ആമിലീന അലൈഹ അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരായി നിയോഗിക്കപ്പെട്ടവർ സക്കാത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ഉണ്ടാകുക? സ്വന്തം കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം സംഘടിത രൂപത്തിൽ തന്നെയാണ്. നിസ്കാരം സംഘടിത രൂപമാണ്. അതുപോലെ തന്നെ നോമ്പ് നമ്മളെല്ലാവരും സംഘടിതമായിട്ട് തന്നെയാണ് എന്താക്കേണ്ടത്. റമദാൻ മാസത്തിൽ നോമ്പ് വെൽക്കേണ്ടത്. ഓരോരുത്തർക്ക് തോന്നുമ്പോൾ നോൽക്കേണ്ട രീതി അതിലില്ല. അതിനാണൊരു മാസപ്പിറവി ഒരാൾ പ്രഖ്യാപിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് ഇത് നോമ്പിൽ കയറുന്നതും മാസപ്പിറവി കണ്ട് ഒന്നിച്ച് നോമ്പിൽ നിന്ന് ഇറങ്ങേണ്ടതും. മനസ്സിലല്ലേ? ഇനി നോക്കുക, ഹജ്ജ്, ഉംറ, ഇതൊക്കെ എന്താണ് സംഘടിതമായിട്ട് ഓരോരുത്തർ ചെയ്യാണോ അല്ല സംഘടിതമായിട്ട് ചെയ്യാണോ? ഒക്കെ സംഘടിതമാണ്. ഇബാദത്തുകൾ, അതായത് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇത്തിലാഫ് ഇണക്കത്തിൻ്റെയും ഒക്കെ മതമാണ്. അപ്പോൾ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ ആ രൂപത്തിലാണ് എന്തായിട്ടുള്ളത്, പലതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നെ ഐച്ഛികമായിട്ടുള്ള ഇബാദത്തുകൾ വരുമ്പോഴാണ് എന്ത്, അവിടെയാണ് വ്യക്തിപരമായി കൊണ്ട് സുദീർഘമായും അതുപോലെ തന്നെ കണക്കില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് സംഘടിത സക്കാത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു.